യോഗദീപ്തി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ വനിതാ കമ്മിറ്റി അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തെറാപ്യൂട്ടിക് യോഗ എന്ന വിഷയത്തിൽ പലവിധ രോഗങ്ങൾക്കനുസൃതമായ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിപാടി. യോഗദീപ്തി. നമസ്കാരം, ഞാൻ ഡോക്ടർ ഇന്ദു കിഷോർ, ഇന്ദ്ര ആയുർവേദിക്സ്, കുപ്പാടിത്തറ. ഇന്നത്തെ തിരക്ക് പിടിച്ച ലോകത്ത് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഒട്ടുമിക്ക എല്ലാ മനുഷ്യരെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണല്ലേ. ജോലിസ്ഥലത്തെ സമ്മർദ്ദം, വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ ഉത്കണ്ഠകൾ, സോഷ്യൽ മീഡിയ മുതലായവയുടെ നിരന്തരമായ ഉപയോഗം മൂലമുണ്ടാകുന്ന സങ്കീർണതകളൊക്കെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ്. നമ്മുടെ പ്രവൃത്തി മേഖലയിലും ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളിലും മറ്റുമുള്ള നമ്മുടെ സ്വാഭാവികമായ ഒരു പ്രതികരണം കൊണ്ടാണ് സമ്മർദ്ദം വരുന്നത്. ഇത് വളരെ കാലം നിലനിൽക്കുകയും വിട്ടുമാറാത്ത സമ്മർദ്ദമായി മാറുകയും ചെയ്യുമ്പോൾ അത് ഉത്കണ്ഠ, വിഷാദരോഗം, ഹൃദ്രോഗം എന്നിവയുൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. അതായത് സ്ഥിരമായ ടെൻഷൻസ് ഇങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. മുതിർന്നവരിൽ മാത്രമല്ല സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് ഉണ്ടാവുക. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ചെറിയ സമ്മർദ്ദങ്ങൾ പോലും താങ്ങാൻ കഴിയാതെ വരുന്നതും അതിനവർ കണ്ടെത്തുന്ന പരിഹാര മാർഗങ്ങൾ ചിലപ്പോൾ ജീവൻ തന്നെ പണയം വെക്കുന്ന വാർത്തകൾ ഇപ്പം നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. അതൊക്കെ തന്നെ നമ്മെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. മാനസിക സമ്മർദ്ദത്തെ നേരിടാൻ നിരവധി വ്യത്യസ്ത മാർഗങ്ങൾ ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഈ യോഗാഭ്യാസം എന്ന് പറയുന്നത്. ആയുർവേദ രീതിയ സ്വസ്ഥനായ ഒരു മനുഷ്യന്റെ നിർവചനം പറയുന്നതിൽ ശരീരത്തിന്റെ ദോഷധാതു മലങ്ങളുടെ സമാവസ്ഥയ്ക്കൊപ്പം പ്രസന്നമായ ആത്മാവ്, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവ കൂടിക്കൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ ഈ മേൽപ്പറഞ്ഞവയുടെ പ്രസന്നമായ അവസ്ഥയ്ക്ക് യോഗ വളരെയധികം സഹായിക്കുന്നു. യോഗ പരിശീലിക്കുന്നത് മനസ്സ് ശാന്തമാകാനും അതേപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സന്തുലിതമാക്കാനും ഒക്കെ പ്രയോജനം ചെയ്യുന്നു. യോഗ എന്നത് ശാരീരിക വ്യായാമത്തെക്കാൾ മനസ്സിനെ നിയന്ത്രണം ചെയ്യുന്നതിൽ കൂടി പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നിരവധി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടാറുണ്ടല്ലേ. എന്നാൽ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളെ ഒന്നും അലഞ്ഞു തിരിയാൻ സമ്മതിക്കാതെ ഒരു മെഡിറ്റേഷൻ മോഡിലേക്ക് നമ്മുടെ ശരീരത്തെ, മനസ്സിനെയൊക്കെ കൊണ്ടുവരുന്നു. യോഗാഭ്യാസം കൊണ്ട് നിങ്ങളുടെ മനസ്സ്, ശരീരം, വികാരം എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ജീവിതത്തിലെ സമ്മിശ്ര അനുഭവങ്ങളുടെ കടന്നു പോകുമ്പോൾ വളരെ ബാലൻസ്ഡായി, ശാന്തമായി, കോൺസെൻട്രേറ്റ് ചെയ്ത് റിലാക്സ് ചെയ്യാനായിട്ട് യോഗ സഹായിക്കും. എല്ലാ കാര്യങ്ങളെയും പോലെ തന്നെ യോഗാഭ്യാസത്തിന്റെ ഫലങ്ങളും കാലക്രമേണ മെച്ചപ്പെട്ടു വരും, വർദ്ധിച്ചു വരും. യോഗ പരിശീലനത്തിന് ശാരീരിക ആസനങ്ങളുണ്ട്, ശ്വസന രീതികൾ അഥവാ പ്രാണായാമം, ധ്യാനം, മെഡിറ്റേഷൻ ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ശാരീരിക യോഗാസനങ്ങൾ കൊണ്ട് മനസ്സിന്റെ സമ്മർദ്ദങ്ങൾ നമുക്ക് കുറേയൊക്കെ പരിഹരിക്കാൻ കഴിയുന്നതാണ്, ചിലതിൽ ഒഴിവാക്കാൻ കഴിയുന്നതുമാണ്. ഉദാഹരണമായി സുഖാസനം, താടാസനം, ഭുജംഗാസനം, ബാലാസനം, പാദഹസ്താസനം, ശവാസനം, ഫലകാസനം, വൃക്ഷാസനം എന്നിങ്ങനെ ഒട്ടനവധി ഉണ്ട് കേട്ടോ. നമുക്ക് കേട്ടാൽ ചെയ്യാൻ കഴിയുന്ന 2-3 ഉദാഹരണങ്ങൾ വിശദീകരിക്കാം. താടാസനം അഥവാ മൗണ്ടെയിൻ പോസ് നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു യോഗാസനമാണ്. കാലുകൾ ചേർത്ത് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക്, തലയ്ക്ക് മുകളിൽ ഉയർത്തി കോർത്ത് പിടിക്കുക. ഒപ്പം തന്നെ ഉപ്പൂറ്റിയും ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ഉപ്പൂറ്റി താഴ്ത്തി പഴയ രീതിയിലേക്ക് തിരികെ വരിക. ഇത് വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു പോസ്ചറാണ്, ഒരു യോഗാസനമാണ്. അതേപോലെ പാദഹസ്താസനം, അത് നമ്മൾ പണ്ട് മുതലേ കണ്ടും കേട്ടും പരിചയിച്ചുമുള്ള ഒരു ശാരീരിക ആസനമാണ്. അതായത് നിന്നുകൊണ്ട് നമ്മൾ മുട്ടുമടക്കാതെ കൈകൾ പാദത്തിൽ തൊടുന്ന ശാരീരിക ആസനം, അതാണ് പാദഹസ്താസനം. അതേപോലെ സുഖാസനം. സുഖാസനം എന്ന് പറയുന്നത് പേര് പോലെ തന്നെ സുഖമായി ചമ്രം പടഞ്ഞിരിക്കുക നമ്മൾ പറയില്ലേ, അതിൻ്റെ ഒരു മോഡിഫൈഡ് ഫോം, അതാണ് സുഖാസനം എന്ന് പറയുന്നത്. നമുക്ക് നട്ടല് നിവർത്തിയിരിക്കണം. അതേപോലെ കൈകൾ ചിന്മുദ്രയിലോ ജീവൻ മുദ്രയിലോ വെക്കാവുന്നതാണ്. അപ്പോൾ അത് സുഖാസനം സാധാരണയായിട്ട് നമ്മൾ പ്രാണായാമങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ ധ്യാനം ചെയ്യുമ്പോഴും ഒക്കെ സ്വീകരിക്കുന്ന ഒരു പോസ് കൂടിയാണ് സുഖാസനം. പിന്നെ ശവാസനം. ശവാസനം സാധാരണയായി നമ്മൾ യോഗാസനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവസാനം റിലാക്സ് ചെയ്ത് കിടക്കുന്ന ഒരു പോസ്ചറാണ്. പേര് പോലെ തന്നെയാണ് ശവാസനം. കൈകാലുകൾ ലേശം അകത്തി നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിലത്ത് ശവാസനം അതേപോലെ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥ. അപ്പം ഇതൊക്കെ ഒരു
റിലാക്സേഷന് സഹായിക്കുന്ന ശാരീരിക ആസനങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ പ്രാണായാമവും ശ്വസന ക്രിയകൾ പറയുകയാണെങ്കിൽ അതും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഏകാഗ്രത കൂട്ടുന്നതിനും വിവിധങ്ങളായ അസുഖങ്ങളിലും ഒക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ചില ലളിതമായി ചെയ്യാവുന്ന ഒരു ശ്വസനക്രിയ പറയാം. നമ്മൾ ദീർഘശ്വാസം എടുക്കുന്നത് നമ്മൾ നിലത്ത് നട്ടല് നിവർത്തി സ്വസ്ഥമായി ഇരിക്കുക. നട്ടല് നിവർത്തിയിട്ട് നമ്മൾ ചമ്രം പടഞ്ഞിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഈ സുഖാസനത്തിൽ തന്നെ ഇരുന്നിട്ട് കണ്ണുകൾ അടച്ച് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ വയറ് വീർത്ത് വരുന്നത് പോലെ. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്ര നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം വായ തുറന്ന് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എത്ര തവണയാണോ, ഒരു 5 തവണ അല്ലെങ്കിൽ 10 തവണ, അത് അത്രയും നേരം നമ്മൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ നമ്മൾ വളരെ റിലാക്സ്ഡ് ആവും. അതേപോലെ തന്നെ വളരെ ലളിതമായി ചെയ്യാവുന്ന നാഡീശുദ്ധി പ്രാണായാമം, ഭ്രമരി പ്രാണായാമം, ഇവയൊക്കെ മനസ്സിനെ ശാന്തമാക്കുന്നവയാണ്. ഇതൊക്കെ കൃത്യമായ നിർദ്ദേശത്തോടു കൂടി തന്നെ ചെയ്യേണ്ടവയാണ്. അപ്പം പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവശക്തി. യമം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നിയന്ത്രണം. അപ്പൊ ജീവശക്തിയുടെ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത് തന്നെയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പോൾ തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഓക്സിജന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കാൻ ഈ പ്രാണായാമം സഹായിക്കുമെന്ന് ഗവേഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന ഉയർന്ന രക്തസമ്മർദ്ദം, ഉറക്കക്കുറവ്, ഇവയൊക്കെ പരിഹരിക്കാൻ യോഗാസനങ്ങളും അതേപോലെ പ്രാണായാമവും ധ്യാനവും ഒക്കെ ഉപകരിക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പേ ഒക്കെ നമ്മൾ ഈ പ്രാണായാമമോ അല്ലെങ്കിൽ ഒരു ധ്യാനമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ. ധ്യാനം അഥവാ മെഡിറ്റേഷൻ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഒരു പരിശീലനമാണ്. ഇത് ചിന്തകളെ നിയന്ത്രിക്കാനും ശ്രദ്ധയും അവബോധവും വർദ്ധിപ്പിക്കാനും വൈകാരികമായ സ്ഥിരത കൈവരുത്താനും ഒക്കെ സഹായിക്കുന്നു. ഈ ധ്യാനത്തിൽ പ്രധാനമായും വരുന്നത് ഇതാണ്: ഏകാഗ്രത, അവബോധം, വൈകാരിക സ്ഥിരത, മാനസികാരോഗ്യം. അപ്പം ധ്യാനം മനസ്സിനെ ഒരു പ്രത്യേക ചിന്തയിലോ വിഷയത്തിലോ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതചര്യയിൽ യോഗാഭ്യാസം സ്ഥിരമാക്കിയാൽ നമ്മുടെ ഈ സ്ട്രെസ് ഹോർമോൺസിനെ, ടെൻഷൻ ഹോർമോൺസിനെ കുറയ്ക്കുന്നു. അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസിനെ, അതായത് എൻഡോർഫിൻ പോലെയുള്ളവയെ കൂട്ടുവാനും അതേപോലെ മറ്റ് ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ പോലെയുള്ള ഹോർമോൺസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാനായിട്ട് ഈ യോഗാഭ്യാസം സഹായിക്കുന്നുണ്ട്. പിന്നെ ഉഷ്ട്രാസനം, ഗോമുഖാസനം, മാർജാരാസനം, ഭുജംഗാസനം, ധനുരാസനം, ഇവയൊക്കെ പോലെയുള്ള ശാരീരിക യോഗാസനങ്ങളൊക്കെ ഈ ഹാപ്പി ഹോർമോൺസിനെ സ്വാധീനിക്കുന്ന ചില ശാരീരിക യോഗാസനങ്ങളാണ്. അപ്പോൾ സ്കൂൾ തലം മുതൽ തന്നെ കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്ക് ജോലിസ്ഥലത്തും അല്ലാതെ എല്ലാവർക്കും ജീവിതചര്യയിൽ യോഗാഭ്യാസം അഭ്യസിക്കുന്നതിനായിട്ട് ഒരു അവസരം ഒരുക്കേണ്ടതാണ്. കൃത്യമായ നിർദ്ദേശത്തോടെ മാത്രം യോഗ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് ആയുഷ് തലത്തിലുള്ള ഡിസ്പെൻസറികളിലും യോഗ കൺസൾട്ടേഷൻസ് ഉണ്ട്, കൺസൾട്ടൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ശാരീരിക മാനസിക അവസ്ഥകൾക്ക് ഉതകുന്ന യോഗാഭ്യാസ നിർദ്ദേശങ്ങൾ ഒരു യോഗ കൺസൾട്ടേഷൻ ചെയ്യുന്ന ആയുർവേദ ഡോക്ടറോ അവരിൽ നിന്നോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആയുഷ് വകുപ്പിൽ നിന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ അന്വേഷിച്ച് ഉപയോഗപ്പെടുത്തണം. അതിനു വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കൊരു ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കങ്ങളും ഇല്ലാത്ത സ്വസ്ഥമായ ഒരു മനസ്സും ജീവിത സാഹചര്യങ്ങളുമൊക്കെ ഈ യോഗാ ദിനവുമായിട്ട് അനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടിയിൽ എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗദീപ്തി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ വനിതാ കമ്മിറ്റി അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തെറാപ്യൂട്ടിക് യോഗ എന്ന വിഷയത്തിൽ പലവിധ രോഗങ്ങൾക്കനുസൃതമായ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിപാടി യോഗദീപ്തി.